ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്, സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ട് തന്നെ ഫസ്റ്റ് ടൈം തന്നെ ഒരു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഞങ്ങൾ വിഷ് ചെയ്യാണല്ലേ. കാരണം അതെ, ഹാപ്പി ന്യൂ ഇയർ ആണ്. അപ്പോൾ നമ്മൾ 2025 അവസാന ദിവസങ്ങളല്ല, അവസാന കുറച്ച് മണിക്കൂറിലൂടെ നമ്മൾ കടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കോണം ഞാൻ ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾ കാണുന്ന എത്ര മണിക്കാവും എന്നാവും നിങ്ങൾക്ക് അറിയില്ല. ഏതായാലും പിന്നെന്തായാലും നിങ്ങൾ ഇന്ന് തന്നെയാണ് ഈ വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് മുമ്പോ ശേഷമൊക്കെ എന്തായാലും നമ്മുടെ പുതിയൊരു വർഷത്തിലേക്ക് പിറക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ഒരു അവസാനത്തെ വീഡിയോ ആവില്ലേ ഇത്. ഇനി നമ്മൾ വരുന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് എന്തായാലും 2026 പക്ഷേ 2026 നമ്മളെല്ലാവരും വിചാരിക്കും എന്താണ്, നമുക്കൊരു പുതിയ നല്ലൊരു വർഷമായി തീരട്ടെ, അല്ലെങ്കിൽ കഴിഞ്ഞ 2025 നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പലർക്കും പല രീതിയിലുള്ള സമ്പാദ്യങ്ങൾ, പല ഓർമ്മകൾ, അല്ലെങ്കിൽ പല കാര്യങ്ങളാവും നമ്മൾ ഈ കഴിഞ്ഞ ഈ ഒരു വർഷം കൊണ്ട് നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാവരും പോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യം എന്ത് ഇവിടെ കിടന്ന് കളിക്കാണ്. ഇത് കിടക്കുന്നുണ്ട് ഇവിടെ ഒരാള് കവിഴ്ന്ന് കിടക്കാണ്. ഹലോ ഹലോ, എവിടെ? എന്റെ സമ്പാദ്യത്തിന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇങ്ങടെന്നാ എന്റെ സമ്പാദ്യം ഇതാണ് കേട്ടോ. 2025 എന്റെ സമ്പാദ്യം അതായിരിക്കണോ? ആരപ്പത്? ഇതാണ് 2025 എന്റെ സമ്പാദ്യം. ഓക്കെ, ഇനി അവിടെ പോയി തന്നെ കിടന്ന് കളിച്ചോ. അപ്പോഴേ ഞാൻ പറഞ്ഞു വന്ന സംഭവങ്ങളും കാര്യങ്ങളും ഇതൊന്നുമല്ല. അതായത് എല്ലാവർക്കും എല്ലാ വർഷവും, പക്ഷേ എല്ലാ വർഷത്തിന്റെ തുടക്കത്തിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാവും എന്ത്, നമുക്ക് ഈ ഒരു വർഷം നല്ലതായി തീരട്ടെ എന്ന്. അപ്പൊ നമുക്കും ഈ കഴിഞ്ഞ വർഷം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അൽഹംദുലില്ലാ. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് മനോഹരമായ നിമിഷങ്ങളൊക്കെ നമുക്ക് കിട്ടി. ഇപ്പോൾ ഞാൻ വണ്ടി എടുത്തതാണെങ്കിലും അതിനുശേഷം മോള് വന്നാണെങ്കിലും ഇതൊക്കെ എൻ്റെ ലൈഫിലെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ്, അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ പറ്റിയ കുറച്ച് നല്ല നല്ല നിമിഷങ്ങളായിരുന്നു അല്ലേ ഉമ്മ? പിന്നെ ഉമ്മയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഉമ്മ ഉംറയ്ക്ക് പോയത് അതൊക്കെ, പിന്നെ അത് എനിക്കും അങ്ങനെ തന്നെയാണ്. എൻ്റെ ഉമ്മ എനിക്ക് ഉംറയ്ക്ക് വിടാൻ പറ്റിയത് അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ചക്കരക്ക് എന്താ ഓർമ്മിക്കാനുള്ളത്? കുറെ ഉണ്ടോ? എന്തൊക്കെയാണ്? പ്രസവ ഓർമ്മ ഉണ്ട്. ചക്കരക്കായാലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കുഞ്ഞോമനെ വന്നതൊക്കെ തന്നെ അതെ, സന്തോഷമായി. അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കാൻ പറ്റിയ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്കും എന്താണ് ഇതേമാതിരി ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും, നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞെന്ന് വേറെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണെന്ന്. അതായത് പുതിയൊരു വർഷത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ പുതിയൊരു വർഷം നമുക്ക് തുടങ്ങാൻ പോകുന്നത് തന്നെ, തുടങ്ങാൻ പോണത് തന്നെ കുറച്ച് ഇടങ്ങേറായിട്ടാണ് കേട്ടോ. ഇടങ്ങേറെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു തുടക്കവും നമുക്ക് തുടങ്ങണത് എന്ന്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് കാട്ടിയ പേപ്പർ, ഈ ഒരു സാധനം കണ്ടോ നിങ്ങള്? ഈ ഒരു സാധനം എന്ന് പറയണതേ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതെന്തായാലും നമ്മളെ വീഡിയോ കൂടുതലും കാണുന്നത് ലേഡീസാണ്, സ്ത്രീകളാണ്. അപ്പൊ അവർക്ക് ഈ ഒരു ചിത്രം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇത് നിങ്ങൾ കൃത്യമായിട്ട് കാണുന്നുണ്ടാവില്ല, പക്ഷെ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ സംഭവം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ESG സ്കാനിങ്ങിന്റെ റിപ്പോർട്ടാണ്. അതായത് ഗർഭപാത്രത്തിന്റെ ഒരു സ്കാനിങ്, അൾട്രാസൗണ്ട് സ്കാനിങ്ങിന്റെ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട് അല്ലേ അമ്മ? ഓക്കെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും ഇത് പിന്നെ ചക്കന്റെ ഡെലിവറി ടൈമിൽ എടുത്തതാണോ എന്ന്. ഇപ്പൊ ഇത് ഫസ്റ്റ് കണ്ടപ്പോൾ ഇത് നിങ്ങൾക്കൊരു ചിന്തിച്ചിട്ടുണ്ടാവും ഇത് അതാവുന്നു. പക്ഷേ ഇത് അതല്ല കേട്ടോ. കാരണം ആ സമയത്തുള്ളതാണെങ്കിൽ ഇതിനകത്ത് നമ്മുടെ കുഞ്ഞുസുന്ദരി ഉണ്ടായിരുന്നല്ലോ ഒന്ന്, ഇതിനകത്ത് പാന്ന് കാണാനില്ലല്ലോ. അപ്പോൾ ഇത് എന്നത്തെയാണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇത് ശരിക്കും നമ്മൾ ഇന്നലെ രാത്രിക്ക് എടുത്ത അൾട്രാസൗണ്ട് സ്കാനിങ്ങിന്റെ റിപ്പോർട്ടാണ് ചക്കരേണ്ടത്. അപ്പൊ എന്താ ഇതിപ്പോ എടുക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താണ് ചക്കര അതായത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പറയണ്ടോ? നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടോ? അത് ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ചക്കരയ്ക്ക് ഇപ്പോ ഏകദേശം 1 മാസത്തോളായിട്ട് നല്ല ബ്ലീഡിങ് ആണ്. അതായത് ഗുജറാത്തിൽ പോകുമ്പോൾ തന്നെ പീരിയഡ്സിന്റെ ആ ഒരു ബ്ലീഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊന്നിലും തുടങ്ങിയതല്ല ഈ ഒരു കാര്യം. കുറെ നാളായിട്ട് ഈ ഒരു PCOD അല്ലെങ്കിൽ PCOS എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ട് ചക്കരയ്ക്ക്. അപ്പോൾ ആ ഒരു ടൈമിൽ ഉണ്ടാവണ അത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നത് ഒട്ടുമിക്ക എല്ലാവർക്കും ഉണ്ടല്ലേ അത്? ഒട്ടുമിക്ക എല്ലാ പിന്നെ ലേഡീസിനും, ഇനിയിപ്പോ പെൺകുട്ടികൾക്കൊക്കെ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ചക്കരക്കും കുറെ നാളുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഉണ്ട്. നമ്മൾ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ ഇപ്പൊ
പറയാനുള്ള കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാനും അല്ലെങ്കിൽ വരികയാണ് ഞാൻ. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉള്ള ആൾക്കാർക്ക് അറിയാം. ഒന്നാമത്തെ കാര്യം നല്ല തടി വെക്കും. കാരണം അതായത് തടി നല്ലവണ്ണം കൂടുകയും ചെയ്യും, അതേപോലെ തന്നെ കുറയുകയും ചെയ്യും. പിന്നെ അതേപോലെ തന്നെ മൂഡ് സ്വിങ്സിൽ അതങ്ങനെ നേരിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് സംഭവിക്കും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല അത് ഇതിലുള്ളതാണ്, അല്ല അനുഭവിക്കേണ്ടതെന്നല്ല അതിന്റെ ആ ഒരു പിന്നെന്താണ് ലക്ഷണങ്ങളാണ്, ഇതാണ് ഞാൻ പറഞ്ഞത്. അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അത് മാത്രമല്ല ഇപ്പൊ ഈ 2 കാര്യം പറഞ്ഞല്ലോ. അത് മാത്രമല്ല പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു പീരിയഡ്സ് ടൈം. അപ്പോൾ സാധാരണ നോർമലി ഇപ്പോൾ പിന്നെ ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്നതായിരിക്കില്ല ഈ PCOD അഥവാ PCOS ഉള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അവർക്ക് എങ്ങനെയായാലും ചിലപ്പോൾ 20 ദിവസം ഉണ്ടാവും, ചിലപ്പോൾ 25 ദിവസം ഉണ്ടാവും, ചിലപ്പോൾ 1 മാസമൊക്കെ ഉണ്ടാവും ഈ ഒരു പിന്നെ പീരിയോഡിക് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ചക്കരക്ക് ഇപ്പോൾ 1 മാസത്തോളമായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഏത് ഈ ഒരു എന്താണ് ഈ ഒരു പീരിയഡ്സിന്റെ ഒരു ടൈം ഇങ്ങനെ ഉണ്ടായിരുന്നു. അതായത് ക്രമം തെറ്റിയുള്ള അർത്ഥം, അതാണ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു വന്നിട്ട് ഇന്നലെ ഇതിപ്പോ 1 മാസം ആയിട്ട് ഇങ്ങനെ ബ്ലീഡിങ് പോകുന്നുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് ഞങ്ങൾ ഇന്നലെ എന്ത് ചെയ്തു, ഞങ്ങള് ഡോക്ടറെ പോയി ഒന്ന് കാണിച്ചു. ഡോക്ടറെ പോയിട്ട് പിന്നെ നമ്മുടെ അടുത്തുള്ള ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറിനെ നമ്മളെ അടുത്ത് കിംസാറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ ഡോക്ടറെ ഞങ്ങൾ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PCOD ഉള്ള ആളാണല്ലോ ഓൾറെഡി. അപ്പോൾ നമുക്ക് എന്തായാലും അതൊരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ എന്ത് ചെയ്തു, ഇന്നലെ പോയിട്ട് ഈ ഒരു സ്കാനിങ് നമ്മൾ ചെയ്തു. അപ്പോൾ ഇന്നലെ സ്കാൻ ചെയ്തതിന്റെ റിപ്പോർട്ടാണ് ഞാൻ കുറച്ച് മുന്നേ നിങ്ങളെ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്കാൻ ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു ഇന്നലെ നിങ്ങൾ കഴിവതും ഇന്നലെ തന്നെ സ്കാൻ ചെയ്താൽ ഇന്ന് രാവിലെ ഡോക്ടർ OP വരുമ്പോൾ ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഇപ്പോൾ നോർമലി PCOD നോർമലി ഇപ്പോൾ ഒരുപാട് നാളോട് ഉള്ളതാണ്. അപ്പോൾ എന്താണ് സംഭവം, വലിയ കേസ് ആവില്ലെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ഈ ഒരു സംഭവം കൊണ്ട് നമ്മൾ റിസൾട്ട് കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ ഡോക്ടർ പറഞ്ഞത് ചക്കരെ? മൈക്ക് എടുത്ത് വെച്ചോ. DNC ചെയ്യണം അല്ലേ. അതായത് ഡോക്ടർ പറഞ്ഞത് DNC ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് 2 ഓവറിയിലും എന്താ അതിന് പറയാ, കുമിളകൾ ഉണ്ട് അല്ലേ. ഫോളിക്കിൾസ്, ചെറിയ ഫോളിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഈ ഫോളിക്കിൾസ് DNC ചെയ്തിട്ട് മാറ്റണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ DNC എന്ന് പറയുമ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. എനിക്ക് ഈ സംഭവത്തിനെ പറ്റി കൃത്യമായ ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല. PCOD എന്ന് പറഞ്ഞാൽ കൂടി എന്താണെന്ന് എനിക്കറിയണ്ടായിരുന്നില്ല. ചക്കര പറഞ്ഞതിന് ശേഷമാണ് എനിക്കറിയണത്. അത് ഇന്നലല്ല, അതെനിക്ക് PCOD എന്താണെന്ന് അതിപ്പോൾ കുറച്ച് നാൾ മുന്നെയാണ് എനിക്കത് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ DNC സംഭവങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കിയത്. അതായത് നമ്മുടെ ഗർഭപാത്രം ക്ലീൻ ചെയ്യണ ഒരു സെറ്റപ്പാണ്. ആ DNC ചെയ്യുന്നത് വേറൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് പിന്നെ പ്രഗ്നന്റ് ആയിട്ട് അബോർഷൻ ആയാലും DNC ചെയ്യും തോന്നുന്നു അല്ലേ. അങ്ങനെ ചെയ്യും. ചില ആൾക്കാർക്ക് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ഓക്കെ. പ്രഗ്നന്റ് ആയിട്ട് അബോർഷനായി പോകുന്ന ആൾക്കാർക്ക് അത് ഇരിക്കണം കൃത്യമായിട്ട് അബോർഷനായിട്ട് എന്നിട്ടും ആയില്ലെങ്കിൽ റിമൂവ് ചെയ്യണത്. അമ്മക്കൊക്കെ അപ്പോൾ പിന്നെ യൂട്രസ് റിമൂവ് ചെയ്ത ആളാണ്. DNC ചെയ്ത് നോക്കിയില്ല, ഡയറക്റ്റ് റിമൂവ് ചെയ്യണം ചെയ്തത്. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അബോർഷൻ കൃത്യമായിട്ട് പിന്നെ അബോർട്ടായി പോവാത്ത ആൾക്കാർക്കും DNC ചെയ്യലുണ്ട്. പക്ഷെ നമ്മുടെ സിറ്റുവേഷനിൽ അബോർട്ടായിട്ട് പോയതോ അല്ലെങ്കിൽ ക്യാരിങ് ആയിട്ട് പോയതോ ഒന്നും അല്ല. ശരിക്കും ഇതിനുള്ള മെയിൻ കാരണം എന്ന് പറയുമ്പോൾ PCODയുടെ തന്നെ ഹോർമോൺ ഇംബാലൻസ് അല്ലേ. ഈ ഒരു ഹോർമോൺ ഇംബാലൻസ് ആണ്, ചേഞ്ചസ് ആണ് വരുന്നത്. ഈ ഒരു ഹോർമോണിന്റെ ചേഞ്ചസ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുമ്പോഴാണ് ഈ ഒരു PCOD ഉണ്ടാവുന്നതും താരതമ്യേന നമ്മുടെ ശരീരഭാരം കൂടുന്നതും പിന്നെ എന്താണ് ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം ആഹാര രീതിയിലുള്ള പ്രശ്നങ്ങൾ, പിന്നത്തെ കാര്യം വെച്ചാൽ ഉറക്കക്കുറവ്, പിന്നെ വ്യായാമക്കുറവ്, ഇതെല്ലാം ഇതിൽ പറഞ്ഞ സംഭവങ്ങളാണ്. ശരിയല്ലേ. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതിൽ ഫാറ്റി ലിവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫാറ്റി ലിവർ ഫസ്റ്റ് സ്റ്റേജ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ തൈറോയിഡിന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, തൈറോയിഡിന് ഒന്നും പറഞ്ഞിട്ടില്ല. ആർക്കാണ്? അമ്മക്ക് ഫാറ്റി ലിവർ ഒക്കെ സെക്കൻഡ് സ്റ്റേജ് ആണ്. അല്ലേ, അതൊക്കെ അതിന്ന് പോയാന്ന് പറയാനിത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ കാര്യങ്ങള് താൻ ബാധി ദൈവം ബാധി എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ ബാധി ചെയ്യണം. എന്നിട്ട് മാത്രമേ പടച്ചവന്റെ അടുത്ത് പറഞ്ഞിട്ടും ദുവായിരുന്നിട്ടൊക്കെ കാര്യമുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കാതെ പിന്നെ പടച്ചവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അതുകൊണ്ട് അത് നമ്മളെ ഇത് എല്ലാ, അതായത് ഇപ്പൊ പ്രസവിക്കാത്ത ആൾക്കാരുണ്ടാവൂലേ, അവർക്ക് ഇപ്പൊ ഈ പ്രശ്നം വരില്ല. കാരണം ഇത് പ്രസവത്തിന് ശേഷം വരുന്ന ഹോർമോണിന്റെ ചേഞ്ച് ആണ്. അതിന് മുന്നുള്ളവർക്ക് PCOD അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ എന്നാലും സൂക്ഷിക്കരുത്, അല്ലെങ്കിൽ അതങ്ങനെ വെറുതെ ഇടരുത് എന്നല്ല, നല്ലോണം സൂക്ഷിക്കണം. ജാഗ്രത എന്തായാലും വേണം. എനിക്ക് PCOD ഒക്കെ എനിക്കൊന്ന് ഇപ്പോഴത്തെ കാലത്ത് 13-14 വയസ്സ് മുതലുള്ള കുട്ടികൾക്കൊക്കെ ഇത് സ്റ്റാർട്ടിങ് കണ്ടുവരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൊറേ എത്ര വർഷമായി, ഞാൻ സംഭവം കൊറേ വർഷമായി. ഇത് ചക്കര കുറെ നാളായിട്ടുണ്ട്.
തുടങ്ങിയപ്പോ ഉള്ളതാണ് എനിക്ക് പ്രശ്നം. PCOD പ്രശ്നം അല്ല +1 അല്ല +2 തുടങ്ങിയപ്പോ ഉള്ളതാണ്. പിന്നെ ഞാൻ ആദ്യം ഞാൻ ഒരു ഡോക്ടറെ കാണിച്ചു. അത് എന്താ ഇങ്ങനെ പിന്നെ എനിക്ക് അത് പറ്റിയില്ല. അതായത് ഇംഗ്ലീഷ് മരുന്നായത് കാരണോണ്ട് ഒരുപാട് മെഡിസിൻ എടുത്തോണ്ട് പിന്നെ എനിക്ക് തലകറക്കായി. ഞാൻ പോണടത്തോടൊക്കെ അത് വീഴും. അങ്ങനെ ആയി. പിന്നെ ഞാൻ അത് മാറ്റിയിട്ട് ഹോമിയോ മെഡിസിൻ ആക്കി. 2-2.5 വർഷത്തോളം ഹോമിയോ ആക്കി. പിന്നെ എനിക്ക് അതിലൊരു ചേഞ്ചസ് വരുന്നില്ല എന്ന് കണ്ടപ്പോ പിന്നെ ഞാനത് നിർത്തി. അപ്പൊ പിന്നെ ആ സമയത്ത് പിന്നെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ പിന്നെ വേറെ ഡോക്ടറെ കാണിച്ച് PCOD മരുന്ന് എടുത്തതിലാണ് പിന്നെ ഉണ്ടായത്. മോളുണ്ടായത്. അതായത് ശരിക്കും പറഞ്ഞാൽ PCOD ആൾക്കാർക്ക് ഈ പിന്നെ പ്രഗ്നൻസി ആവുക അല്ലെങ്കിൽ ക്യാരിങ് ആവുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അൽഹംദുലില്ലാ നമുക്ക് ഏതായാലും പഠിച്ച സഹായിച്ചിട്ട് അതിലൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഏകദേശം കല്യാണം കഴിഞ്ഞ് 6-7 മാസമായപ്പോ തന്നെ എന്തായാലും ഒരു മോളെ അള്ളാ തന്നു. ഒരു 5 ടൈപ്പ് ഉണ്ട്. ഒരുപാട് ടൈപ്പ് ഉണ്ട് അല്ലേ? 5-6 ടൈപ്പ് ഉണ്ട്. ഉണ്ടാവാത്തതുണ്ട്, ഉണ്ടാവുന്നതുണ്ട്, അങ്ങനെ ഒരു ഇതിലായി നിക്കണുണ്ട്. അങ്ങനെ ഒരു 5-6 ടൈപ്പ് ഉണ്ട് PCOD എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ക്രമം തെറ്റിയുള്ള ഈ പീരിയഡ് ടൈം ആവുകൊണ്ട് നമ്മള് ഇപ്പോ പ്രഗ്നൻസി ഉണ്ടെങ്കിൽ കൂടി അതെന്ത് ചെയ്യും, ഏതാണ്ട് ബ്ലീഡിങ് കൂടി പോവുകയും ചെയ്യും. അതാണ് ഇതിന്റെ ശരിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ അതിനുള്ള ഡോക്ടറെ കണ്ടു, പ്രിക്കോഷൻസ് എടുത്ത് ഗുളിക മരുന്ന് കഴിച്ചാലാണ് ക്യാരിങ് ആയതും പിന്നെ കുട്ടിയായതൊക്കെ. ഇതൊന്നും ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഇതാണ്. നമ്മൾ അടുത്ത് പറഞ്ഞിട്ടോ ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ ഇപ്പൊ ഷെയർ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പ്രശ്നം വന്നപ്പോ അതിനി ആർക്കും വരരുത്. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഞാൻ ഈ PCOD എനിക്ക് അറിഞ്ഞതിന് ശേഷം ഞാൻ നല്ലപോലെ ഡയറ്റ് എടുത്തിട്ടും ഞാൻ നല്ല രീതിക്ക് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അവര് പറയുന്ന നേതൃത്വത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഉണ്ടാവണ വരെ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. അതായത് പിന്നെ മധുരം കഴിക്കാൻ പാടില്ല, പിന്നെ എണ്ണക്കടികൾ, എണ്ണ പലഹാരങ്ങൾ എല്ലാം പാട് തെറ്റി. കാരണം അല്ല നിങ്ങൾക്ക് അറിയുണ്ടാവും, കാരണം ഞാൻ ഫീഡ് ചെയ്യുന്ന ആണ്. അപ്പൊ എനിക്ക് ഫീഡ് ചെയ്യുമ്പോ എനിക്ക് അതായത് ഭക്ഷണമൊക്കെ ഇങ്ങനെ വിശന്നോണ്ടിരിക്കും, എന്താണെന്ന് അറിഞ്ഞോണ്ട്. പക്ഷെ എന്റെ കൺട്രോളിലല്ല. അപ്പൊ ഡോക്ടറോട് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാൽ ഫീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് പൊതുവെ വയറ് വിശക്കും. അപ്പൊ ഒരു ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സലാഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചു. അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. അതായത് കാർബോഹൈഡ്രേറ്റും ഫാറ്റ് കുറവുള്ള ആഹാരങ്ങൾ കഴിച്ചിട്ട് എന്ത് ചെയ്യുക, വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ചക്കരനോട്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ വരുന്ന കാര്യങ്ങൾ, അപ്പോൾ ഈ PCOD നമുക്ക് നിസ്സാരാണെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇത്ര നാൾ ഇരുന്നത്. പക്ഷെ ഇതിപ്പോ ഈ ഒരു സ്റ്റേജിക്ക് ഡാൻസ് ചെയ്യാനുള്ള ഒരു സ്റ്റേജിക്ക് എത്തി. അപ്പോൾ ഇനി എന്താ വരുത്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യരുത്, ഭാവിയിൽ ഇത് എങ്ങനെ വരാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നാമത്തെ കേസ് ചിലവുള്ള കാര്യമാണ് ഈ ഒരു ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ. എങ്ങനെയാലും 10-20,000 രൂപയോളം ചിലവ് അതിന് വരുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ സാമ്പത്തികമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും അതിനുശേഷം ഏകദേശം ഒരു 1.5 മാസത്തോളം റെസ്റ്റ് എടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ ഈ ഒരു ഡെലിവറിക്ക് ശേഷവും വരികയാണ്. അപ്പൊ എങ്ങനെയായാലും ചെറിയ മക്കളുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെറുതെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ തടി കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. എക്സസൈസ് ചെയ്യുക, ഭക്ഷണം ഡയറ്റ് ഒരു പ്ലാൻ ചെയ്ത് അത് മുന്നോട്ട് പോകുക, അങ്ങനെയൊക്കെ. അപ്പൊ അതായത് നമ്മളെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ സ്കാനിങ് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു ഞങ്ങളോട് കഴിവത് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞ ഡോക്ടർ നമുക്ക് മറ്റന്നാളത്തേക്ക് ഡേറ്റ് തന്നിരിക്കുകയാണ് അല്ലേ? 2-ാം തീയതി, ജനുവരി 2-ാം തീയതി. അതായത് നമ്മുടെ പുതുവർഷം തുടങ്ങി വ്യത്യാസം തന്നെ നമുക്ക് ഈ ഒരു ഡാൻസ് ചെയ്യണം. എനിക്ക് തീരുമാനിക്കാൻ നാളെ വേണോ മറ്റന്നാ വേണോ? ഞാൻ പറഞ്ഞു മറ്റന്നാ മതി. അതെന്താ മറ്റന്നാ തീന്ന് പറഞ്ഞ്? ഈ വർഷം മൊത്തം പോവാൻ 1-ാം തീയതി ആയിട്ട് ചക്കരത്ത് വേണ്ടെന്ന് പറഞ്ഞു. മറ്റന്നാള് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാലില്ല, ഡോക്ടർ ചോദിച്ചു നാളെ വേണോ മറ്റന്നാ വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 2-ാം തീയതി മതി എന്ന് പറഞ്ഞു. 1-ാം തീയതിക്ക് തന്നെ ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഒരു നല്ല ഇങ്ങനെ എടുത്ത് തുടക്കം വേണ്ടല്ലോ വിചാരിച്ചിട്ടേ. അപ്പോ ഇനിയിപ്പോ ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റിസൾട്ട് ഇല്ല. അപ്പൊ ഈ ഒരു റിസൾട്ട് നമ്മൾ കാണിച്ചു. അപ്പൊ ഇനി ഈ റിസൾട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രാവിലെ വന്നെടുത്തോ. അപ്പൊ രാവിലെ എന്ത് ചെയ്തു, രാവിലെ നമ്മള് പിന്നെ ഒരു 8-10 സ്കാനിങ്ങിന് റിസൾട്ടിന് തന്നില്ല ചക്കരെ ലാബില്. അതായത് ലാബിൽ കയറിയിട്ട് ECG പിന്നെ ബ്ലഡ് ടെസ്റ്റ് കുറെ സംഭവങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ റിസൾട്ട് 3 മണിക്കൂർ കഴിഞ്ഞ് റെഡി ആവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളത് രാവിലെ കൊടുത്തിട്ട് വന്നു. ഇനിയിപ്പോൾ അത് പോയി വാങ്ങാനുണ്ടാവും, റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അത് പോയി വാങ്ങിയിട്ട് അനസ്തേഷ്യ ഡോക്ടറെ കാണാനുണ്ട്. ആ ഒരു പിന്നെ റിസൾട്ടും കൊണ്ട് അനസ്തേഷ്യ ഡോക്ടറെ കാണണം. ഡോക്ടറെ കണ്ടിട്ട് ആ ഫയൽ കൊണ്ട് നമുക്ക് നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ എന്തൊക്കെ ബാക്കി കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന് എന്തൊക്കെയാണെന്ന് അറിയില്ല, ഡോക്ടർ പോയി കണ്ടാൽ ആ റിസൾട്ട് വാങ്ങിയാൽ തന്നെ അറിയുള്ളൂ. അപ്പൊ ഏതായാലും മറ്റന്നാ രാവിലെ ആവും ഈ ഒരു DNC പരിപാടി എന്ന് പറയുന്നത്. ഇത് സർജറി അല്ലല്ലോ സംഭവം, ശരിക്കും അല്ലല്ലോ, സർജറി ആയിട്ടല്ല ഇത് ചെയ്യുക. അല്ലാതെ ഈ ഒരു ക്ലീനിങ് ബന്ധപ്പെട്ട അങ്ങനത്തെ യൂട്രസ് ക്ലീൻ ചെയ്യുന്ന ഒരു സെറ്റപ്പ് ആണ് ഈ സംഭവം. എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും കാര്യമായിട്ട് ആദ്യം അറിയണ്ടായിരുന്നില്ല.
ഏ വേദന ഒന്നുമില്ലടാ, ആ. എന്താ അനസ്തേഷ്യ വെക്കും ആ. നരഞ്ഞ് എന്താ വെച്ചാ താങ്ങാൻ വയ്യ. എനിക്കോട് നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരിൽ ആരെങ്കിലും ഒക്കെ ഈ ഒരു പ്രോസസ്സോ അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ അത് കമ്പനി, കാരണം ഇവൾക്ക് ഇത് ഈ ചെറിയ കുട്ടീനെയും കൊണ്ടേ ഇതൊക്കെ പിന്നെ ഈ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നീട് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു കാര്യം എങ്ങനെയാണെന്ന് ഇവൾക്ക് വലിയൊരു ഐഡിയ ഇല്ല. അപ്പൊ എനിക്കും പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ എനിക്കും അറിയില്ല. നമുക്കിത് പരിചയമുള്ളതാണെങ്കിൽ നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ പരിചയമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇവൾക്കൊന്ന് പറഞ്ഞു കൊടുക്കി, അതിലൊന്നും പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ എന്തായാലും ഇനിയിപ്പോ പോയിട്ട് ഞങ്ങള് പിന്നെ മാമിന് നമ്മള് പിന്നെ എന്താണ് ക്രാഫ്റ്റിൽ ഇവളുടെ ഡെലിവറി കഴിഞ്ഞിരുന്ന പെരിന്തൽമണ്ണയിലെ ഡോക്ടറോടും ഈ റിസൾട്ട് ഇട്ട് കൊടുത്തപ്പോൾ ഡോക്ടറും പറഞ്ഞു പ്രശ്നമില്ല, വേറെ പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല, അതേതായാലും ചെയ്യുന്നതിന് നല്ലത് തന്നെയാണ്, അതൊന്ന് ഫുള്ളായി ക്ലീൻ ആയിട്ട് പോകുന്നു. പക്ഷേ ഈ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ ഒരു ഡിയാൻസി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും 3 മാസം വരെയൊക്കെ ഇതിങ്ങനെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്നതാണ് പറഞ്ഞത്. കാരണം നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഇങ്ങനെ വെറുതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതനുസരിച്ചിട്ട് ബ്ലഡ് കയറ്റേണ്ട അവസ്ഥ ചില ആൾക്കാർക്ക് വരും, മനസ്സിലായില്ലേ? അപ്പോൾ അതൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ അതിന് മുന്നേ അതിന്റെ ആ ഒരു പ്രശ്നം കണ്ടുപിടി സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ കാര്യം. അപ്പോൾ സോൾവ് എന്നുള്ള കാര്യം ഇതേ ഉള്ളൂ, ഡിയാൻസി ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇനി അതെല്ലാം നമുക്ക് പോയിട്ട് ആ റിസൾട്ട് ഒക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യാം, അനസ്തേഷ്യ ഡോക്ടറെ കാണിക്കാം അല്ലേ? എന്നിട്ട് നമുക്ക് നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറോട് കാണിച്ചിട്ട് ബാക്കി എന്താ പറയണത് നമുക്കിനി പോയി വന്നാൽ തന്നെ അറിയുള്ളൂ, നമ്മൾ പോയി വന്നിട്ട് പറയാം. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് അങ്ങനെയാണ് കാര്യങ്ങള്. എന്നാലും മറ്റന്നാൾ രാവിലെ 6 മണിക്ക് ഇവിടെ എത്താൻ പറഞ്ഞു അല്ലേ? ഞാൻ മറന്നിരിക്കും. മറ്റന്നാൾ 6 മണിക്ക് ഇവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട്. അതെ, അതങ്ങനെ തന്നെയാണ്. എന്ത് വന്നാലും തീർച്ചയായും വേണം. അപ്പൊ സന്തോഷമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, സങ്കടം ആയിക്കോട്ടെ, ഏതായാലും നമ്മൾ രണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ സ്വീകരിക്കാന്ന് മാത്രമേ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോ ഇങ്ങനത്തെ ഈ ഒരു പറഞ്ഞ മാതിരി പേടിയില്ല, പക്ഷെ ഈ ഗർഭപാത്രത്തിന്റെ കാര്യമായതുകൊണ്ട് പേടിയാണ്. അല്ല, ഞാൻ വേറെ ചോദിക്കട്ടെ, ഇനി ഈ PCOD ഉള്ളിടത്ത് എനിക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു ഇതുണ്ടോ? ഇത്രയും ഒരു PCOD ഡയറ്റ് ചെയ്യുക, ഷുഗർ പറ്റാണ്ട് ഒഴിവാക്കുക, പിന്നെ അതേ ബേക്കറി ഐറ്റംസ് ഒഴിവാക്കുക. ആരെ പറയുന്നു ഞാൻ? പക്ഷെ ഞാൻ എപ്പോഴാട്ടോ തുടങ്ങിയിരിക്കുന്നത്, അതുള്ള കാര്യം പറയാ. ഞാന് ഇത് അറിഞ്ഞപ്പോ തൊട്ടേ ഞാൻ ഒഴിവാക്കിയ സാധനങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ പിന്നെ അതേപോലെ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യുക, അവരെ നിർദ്ദേശത്തിൽ പോവുക, മെഡിസിൻ എടുക്കുക, നല്ല യോഗയും മെഡിറ്റേഷനും ചെയ്തോണ്ടിരുന്ന ആളായിരുന്നു കേട്ടോ. അതൊക്കെ ആദ്യം ഡെലിവറിക്ക് ശേഷം കുട്ടീനെ നോക്കലും കാര്യങ്ങളൊക്കെ ആയാല് അതെ. ഇതിപ്പോ 2 ഡോക്ടർമാർ നമ്മളോട് പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോൾ വെയിറ്റ് കുറയ്ക്കുക. ശരിക്കും ചക്കരക്ക് ഇത്ര വെയിറ്റ് പാടില്ല. ബോഡി മാസ് ഇൻഡെക്സ് എന്ന സംഭവം ഉണ്ട്, BMI. അപ്പൊ BMI കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് എന്റെ BMI വെച്ച് നോക്കണമെങ്കിൽ എനിക്ക് വെയിറ്റ് പോരാ, എനിക്ക് ഒന്നും കൂടി വെയിറ്റ് കയറണം. എന്റെ ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് ഇത്ര വെയിറ്റ് എനിക്ക് കുറവാണ്, കമ്മിയാണ്, എനിക്ക് കുറച്ചുകൂടി വെയിറ്റ് വരണം. പക്ഷെ ഇവൾക്ക് അതേ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റിനുള്ളതിനേക്കാളും വെയിറ്റ് ആണ് അധികമായിട്ടുള്ളത്. അതായത് ഹൈറ്റിന് ഇത്ര വെയിറ്റ് അല്ല ഉള്ളത്, അതിലേറെ കൂടുതലാണ്. അപ്പൊ അത്രയും വെയിറ്റ് പാടില്ല, അത് കുറയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു കാര്യം നിങ്ങളോട് പറയാമെന്നതാണ്. അപ്പൊ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങള് വഴിയെ അറിയിക്കാം. മനോട് പറഞ്ഞോ? എന്താ പറഞ്ഞു? ആ മൈക്ക് എടുത്ത് വെച്ചോ. ഈ സാധനം ആക്കണേ, ഇനി എന്താ ചെയ്യാതെ ആകെ ടെൻഷൻ ആയിക്കണേ. അല്ല, ഉമ്മ ചക്കനോട് പറഞ്ഞിരിക്കണേ. എന്നാ പിന്നെ എനിക്ക് മുന്നേ പറയാനില്ല, ഞാനും ഉമ്മ കൂടി ഇങ്ങോട്ട് വന്നേ. ഞാൻ പറഞ്ഞേ എന്താ കല്യാണം അല്ലേ ഇവിടെ? അല്ല, ഞങ്ങള് ശരിക്കും ഇന്നാണ് അറിയണത് കേട്ടോ ഈ ഡിയാൻസി ചെയ്യണം എന്നുള്ളത്. അറിയുന്നത് നമ്മളെ മുന്നേ അറിയണല്ലോ, അല്ലെങ്കിൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും ഉമ്മക്ക് വരണമെന്നുണ്ടെങ്കിൽ ഉമ്മ വന്നോട്ടെ, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇതിനായിട്ട് ഇങ്ങോട്ട് ഇടങ്ങാറായിട്ട് ഉമ്മ ഇറങ്ങാറാൻ നിൽക്കണം. കാരണം ഒന്നാമത്തെ കാര്യം നൗഫൽ അവിടെ ആരുമില്ല. അപ്പൊ പിന്നെ ഉമ്മ ഇങ്ങനെ ധൃതിപ്പെട്ടിട്ട് ഇങ്ങനെ ഒക്കെ തിക്കി തിരിക്കാണ്ട് ഇങ്ങനെ പെട്ടെന്ന് വരാൻ നിൽക്കണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഉമ്മനോട് ചെക്കനോട് ഞാൻ പറഞ്ഞു, ഉമ്മനോട് വരണമെന്നുണ്ടെങ്കിൽ ഉമ്മ വന്നോളാൻ പറയും, പക്ഷെ അങ്ങനെ ഇതിനായിട്ട് ധൃതിപ്പെട്ട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞ് നൗഫലും സിനിമ അവരൊക്കെ വരാണ്ട്. പിന്നെ വെച്ചാൽ ഇതിപ്പോ നമുക്ക് ഇനി വേറെ മുന്നോട്ട് ഡേറ്റ് ഇല്ല, എല്ലാം കുഴപ്പമില്ല. ഞാൻ പോയിട്ട് ഞാനായാലും കൂട്ടിക്കൊണ്ട് വന്നേനേക്കാലൊന്നും പ്രശ്നമില്ല. പക്ഷെ അത്രേ ഉള്ളൂ. നമുക്ക് ഇനിയിപ്പോ മുന്നിലാകെ നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ. അപ്പൊ നാളെ ഒരു ദിവസം കഴിഞ്ഞാല് പിന്നെ മറ്റന്നാള് ഈ ഒരു പരിപാടിയാണ്, എന്താണ് ഈ ഒരു ഡാൻസിന്റെ സെറ്റപ്പാണ്. അപ്പൊ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി റെസ്റ്റ് എന്തായാലും ഇക്കോണം 1.5 മാസമൊക്കെ വേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത് അല്ലേ? അങ്ങനെ ഡോക്ടർ പറഞ്ഞു 2 ആഴ്ച നല്ല വെയിറ്റ് എടുക്കാൻ പാടില്ലെന്ന് അറിഞ്ഞത്. അത് ശരിക്കും 6 ആഴ്ചത്തോളം നല്ല റെസ്റ്റ് എടുക്കണമല്ലോ. കുട്ടീനെ ഇങ്ങനെ വലിച്ചു പൊന്തിക്കാനൊന്നും പാടില്ല. ഉമ്മ വന്നില്ല. അങ്ങനെ രാവിലെ 8 മണിക്ക് പോയോണ്ട് മോളെ രാവിലെ 8 മണി ആ സമയത്ത് ഉറക്കമായിരുന്നു. അപ്പൊ അതിലെന്ത് ചെയ്തു, മോളെ ഇവിടെ ഉറക്കിയിട്ട് ഞാനും ചക്കരയും മാത്രം പോയിട്ട് വന്നത്. നല്ല സ്കാൻ ചെയ്താൽ പോയപ്പോ ഇതേമാതിരി തന്നെ
കരഞ്ഞിട്ടുണ്ട് പൊടിച്ചോ ഇവിടെ. അപ്പൊ അതായത് മോളിന്ന് രാവിലെ നല്ല ഉറക്കമായപ്പോ ആ നേരത്തെ ഞങ്ങള് പെട്ടെന്ന് പോയി ഡോക്ടറെ കണ്ടിട്ട് വരികയാണ് ചെയ്തത്. എന്നാ ഞങ്ങൾക്ക് പോയി നോക്കിയാലോ എന്നാല്. എന്നാലും ഉറങ്ങി ഗൈസ്. അപ്പൊ ഏതായാലും ഞങ്ങൾ നേരെ ഇനി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. പോയിട്ട് റിസൾട്ടൊക്കെ മേടിച്ചിട്ട് ബാക്കി എന്താ ഡോക്ടർ പറയണത്, എന്താ വിശേഷങ്ങൾ എന്നൊക്കെ നമ്മളിനി വരും വീഡിയോയിൽ പറയാം. അപ്പൊ എന്തായാലും ഒരു കുഴപ്പമില്ലാതിരിക്കട്ടെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതായി നിങ്ങൾ മറക്കണ്ട. എന്താണ് ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുള്ളവരോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയണവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താളി. നമ്മളൊരു ധൈര്യത്തിന് വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല. ബാക്കി എന്തായാലും നമ്മൾ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ നമ്മൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ബാക്കി പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വർഷം വരുന്നതായിരിക്കും. 2026 നമുക്ക് കാണാം. അപ്പൊ 2025 നമ്മൾ എല്ലാവരും വിട പറയാണ്. അതെ, അപ്പൊ 2025 നമുക്ക് കുറെ പുതിയ സബ്സ്ക്രൈബേഴ്സ്, കുറെ പുതിയ ആൾക്കാർ നമ്മളെ ഫാമിലിയിലേക്ക് ചേർന്നു. അതേപോലെ തുടർന്ന് നിങ്ങൾ 2026 നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇനിയും ഇതേപോലെ കുറച്ച് ആൾക്കാർ നമ്മളിലേക്ക് വരുന്നു വിചാരിക്കണം. അപ്പൊ എല്ലാവരോടും സ്നേഹം മാത്രം. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ ഇൻഷാല്ലാ ബാക്കി വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോയിൽ വരുന്നവരെല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. ബൈ ബൈ ബൈ. അസ്സലാമു അലൈക്കും.